നബിതങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പലപ്പോഴായി അങ്ങാടികളിൽ പ്രഖ്യാപിച്ചയാളാ. എന്നാൽ ജനാസ കൊണ്ടുപോകുമ്പോൾ ശബ്ദമിട്ട് ഒച്ച വെച്ചിട്ടില്ല. ഒരു ആയത്ത് ഏതെങ്കിലും ഒന്ന് ഉറക്കെ ഓതിയിട്ടില്ല. ഏതെങ്കിലും ഒരു കലിമത്ത് പ്രത്യേകമായ ഉച്ചത്തിൽ സംസാരിച്ചിട്ടില്ല. മറ്റു അനാവശ്യ വാഗ്ദോരണികളോ സംസാരങ്ങളോ ജനാസ കൊണ്ടുപോകുമ്പോൾ ഉണ്ടായിട്ടില്ല. നബിതങ്ങളെ കണ്ടുപഠിച്ച സ്വഹാബത്തും അത് പറയുന്നുണ്ട്. ഞങ്ങളാരും അത്തരം ഒരു ചര്യ കണ്ടതായി ഞങ്ങളുടെ ചരിത്രത്തിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഉലമാക്കന്മാര് പറയുന്നത്, എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ ജനാസയും ചുമന്നു കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കരുതെന്ന് പറയാനുള്ള കാരണം, ബിസ്സകീനതി, സമാധാനത്തോടെ ശാന്തമായി മയ്യത്ത് കൊണ്ടുപോകണം. ഇത് മുദ്രാവാക്യം വിളിക്കുന്ന പോലെയാണ് പലരും ജനാസ എടുത്ത് കൊണ്ടുപോകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരുപാട് ഫദ്ലുകളുണ്ട്, ദിക്റുകൾക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്, അതുപോലെ തന്നെ വാരിദായ പ്രാർത്ഥനകൾക്ക് മഹത്വമുണ്ട്. എന്നാൽ നിശബ്ദമായി ഇസ്തിഗ്ഫാറോടെ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മുടെ ഗുണത്തിന് വേണ്ടി നമ്മളും പ്രാർത്ഥിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഓർത്ത് പരലോകത്തെ ഓർത്ത് നിശബ്ദമായി നടന്നു നീങ്ങാനാണ് സ്വഹാബത്തിന്റെ ചരിത്രം നബിതങ്ങൾ പഠിപ്പിച്ചതുമെല്ലാം. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ 70,000 മലക്കുകൾ വരെ സാക്ഷിയായിരുന്നെന്നാണ് ഖൗല് ഹദീസില്. ആ ജനാസ കൊണ്ടുപോകുമ്പോഴും അവർ പോയത് നിശബ്ദമായിട്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനം എന്താ? ഇതിന്റെ അടിസ്ഥാനം നിശബ്ദമായി കൊണ്ട് പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അവിടെ അനാവശ്യ സംസാരങ്ങളൊന്നും പാടില്ല. നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങളൊക്കെ മദ്ഹബിന്റെ ആളുകളാണ്, ഞങ്ങൾ ഇന്ന ഇമാമിന്റെ ആളുകളാണ്, ഇന്ന പണ്ഡിതന്റെ ആളുകളാണ്. എങ്കിലൊന്ന് കേൾക്കണം, ഷാഫിഈ മദ്ഹബിലെ പ്രസിദ്ധനായ പണ്ഡിതനാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. പ്രസിദ്ധനായ പണ്ഡിതനാ. കിതാബിൽ അൽ അദ്കാർ എന്ന കിതാബ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കിതാബിൽ 45-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ഒരു ജനാസയെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനാ പറയുന്നത്, വഇലം, നിങ്ങൾ അറിയണം, അന്ന സ്വവാബൽ മുഖ്താർ, ഏറ്റവും ശരിയായ കാര്യം, മാ കാന അലൈഹി സലഫ് റളിയല്ലാഹു അൻഹും മിനസ് സുകൂതി, മുമ്പ് കടന്നുപോയ ഉത്തമരായ സലഫ് സ്വാലിഹീങ്ങളായ സ്വഹാബത്ത് താബിഈങ്ങൾ അടക്കമുള്ളവർ സുകൂത്തായിരുന്നു പാലിച്ചിരുന്നത്. അറബി അറിയുന്നവരൊക്കെ ചോദിച്ചു നോക്ക്, സുകൂത്ത് നിശബ്ദത എന്നാണ് അർത്ഥം. അവരൊക്കെ അതായിരുന്നു ഏറ്റവും പരിഗണിച്ചത്. ഫീ ഹാലി സൈരി മഅൽ ജനാസതി, ജനാസന്റെ കൂടെ നടന്നു പോകുമ്പോഴെല്ലാം. ഇത് മതി നമുക്ക്. ഇതാണ് മുൻഗാമികളുടെ ചര്യ. ഇതാണ് മദ്ഹബിന്റെ കിതാബുകൾ പഠിപ്പിക്കുന്നത്. ഇതാണ് ഇമാമിയങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നത്.